നെപ്പോക്കിട്ട് കാണിക്കുന്ന പോക്കൃത്തരം ഈ ടൈറ്റിലൂടെയാണ് യൂട്യൂബറായ ഷെഫീന ദയാ സുജിത്തിനെതിരെയും മഞ്ജു പിള്ളയ്ക്കുമെതിരെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. അതിൻ്റെ ടോപ്പിക്ക് വസ്ത്രധാരണമാണ്. ദയാ സുജിത്തിൻ്റെ ഒരു ട്രാൻസിഷൻ വീഡിയോ അത് അവർ പോസ്റ്റ് ചെയ്യുകയും അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുകയും അത് പബ്ലിക് അക്കൗണ്ടാക്കി മാറ്റുകയും അത് പബ്ലിക്കായിട്ട് ആ പോസ്റ്റ് കാണിക്കുകയും ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഷെഫീന എന്ന യൂട്യൂബർ രംഗത്തെത്തുന്നത്. വളരെ മോശം ഭാഷയും മോശം പദപ്രയോഗവുമാണ് അവർ ഉന്നയിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അവർ ഏത് ഡ്രസ്സ് ധരിക്കണം, അവർ എങ്ങനെ ധരിക്കണം എന്നത് ഈ യൂട്യൂബർ ഷെഫീനയല്ല, ആരും പറയേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ കാണുക, അല്ലെങ്കിൽ നോക്കാതെ പോവുക, അത്രേ ഉള്ളൂ കാര്യം. അതിനെയാണ് ഈ യൂട്യൂബർ ഇപ്പോൾ മുന്നോട്ട് വരുന്നതും വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ആ യൂട്യൂബറിൻ്റെ ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ്: മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് കളയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണ്, ഈ കാണിക്കുന്നതാണോ ഫെമിനിസം എന്നുൾപ്പെടെയുള്ള വാചകങ്ങളാണ് ഇവർ ഈ വീഡിയോയിൽ ചോദിക്കുന്നത്. ഇതാണോ സ്വാതന്ത്ര്യം? മഞ്ജു പിള്ള മകളുടെ പ്രവർത്തികൾ കാണുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഈ യൂട്യൂബർ ചോദിക്കുന്നത്. ഇതൊന്നും ഫാഷനല്ല, മോഡേണിസം തലയിൽ കയറിയതാണ് തോന്നിയത്. സ്ത്രീകളെ അപമാനിക്കുന്നത് പോലെയാണ് ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയത്. എൻ്റെ അഭിപ്രായം ജനറേഷൻ ഗ്യാപ്പാണെന്ന് പറഞ്ഞ് ആരും വരരുത്, ഇങ്ങനെ കോലം കെട്ടുന്നതിന് പബ്ലിക് നോയ്സൻസിന് കേസ് എടുക്കണമെന്നുമാണ് ഷെഫീന പറയുന്നത്. ഏതൊരു സ്ത്രീ, ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവളൊരു ഫോട്ടോ എടുത്ത് അവളെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരു സ്ത്രീയായ ഒരു യൂട്യൂബറിൻ്റെ വിമർശനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതും കേട്ടതും. ഇത് ഇപ്പോഴും നമ്മൾക്ക് ജീവിക്കുന്ന സമൂഹം ഏതൊന്ന് തരത്തിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ഇതുപോലുള്ള വീഡിയോകൾ. ഇത് വളരെയധികം വൈറലായി സോഷ്യൽ മീഡിയയിൽ ഈ ഷെഫീനയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ആണ് വരുന്നത്. അവരുടെ കമൻറ്റ് ബോക്സിലും അതേ രീതിയിലുള്ള ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരും ദയയ്ക്ക് സപ്പോർട്ടുമായിട്ട് തന്നെയാണ് എത്തുന്നത്. എന്നാൽ ദയ ഇതിന് ഒരു മറുപടിയുമായിട്ടും രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്റാണ്, ഈ 500 ആനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് ക്യാപ്ഷൻ ഇട്ടുകൊണ്ടാണ് ദയ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദയാ സുജിത്ത് ഇട്ടൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൻ്റെ വാചകം ഇങ്ങനെയായിരുന്നു: When you want to slap someone for their behavior, but you know your parents are famous and media will slam you. അതായത് ചിലരുടെ അഭിപ്രായം കാണുമ്പോൾ അല്ലെങ്കിൽ ചിലരെ കാണുമ്പോൾ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നും, പക്ഷേ അത് ചെയ്യാൻ കഴിയില്ല. കാരണം തങ്ങളുടെ പാരൻസ് മാധ്യമ ശ്രദ്ധയുള്ളവരാണ്, മീഡിയ അറ്റൻഷൻ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഫേമസ് ആണ്, ഇതാണ് കാരണം. അപ്പോൾ ഈ പോസ്റ്റിന് താഴെ ദയാ സുജിത്തിൻ്റെ അമ്മയായ മഞ്ജു പിള്ള ഒരു കമൻ്റ് ഇട്ടിരുന്നു: നീ തല്ലിയിട്ട് വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം, സ്വഭാവം മോശമാണെങ്കിൽ നോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നാണ് മഞ്ജു പിള്ള പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമൻറ്റിനും വളരെയധികം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത ആളുകൾ ഈ കമൻറ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം. അതായത് ഈ സമൂഹത്തിൽ ചിലരുടെ ടിക്ക് മാർക്കുകളിൽ വീണില്ലെങ്കിൽ നമ്മൾ മോശക്കാരികളാണ്, മോശക്കാരന്മാരാണ് എന്ന രീതിയിലാണ് ഷെഫീനയുടെ ഈ യൂട്യൂബ് 2026 നിന്ന് അവർക്ക് 26 ഇപ്പോഴും അവർക്ക് വണ്ടി കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഷെഫീനയുടെ വിചാരം ഷെഫീനയെ അനുകൂലിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുമെന്നാണ്. പക്ഷേ വല്ലാത്തൊരു തിരിച്ചടിയാണ് ഷെഫീനയ്ക്ക് ഇതിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്നത്. മഞ്ജു പിള്ള മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അത് മകളെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്: എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കുടുംബത്തെ ഒന്നും പറയരുത്, പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുമെന്ന് മഞ്ജു പിള്ള വേറൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങൾ കൂടി ഇപ്പോൾ വൈറലാവുകയാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ നെറ്റിസൻസ് ഇക്കാര്യം സംസാരിക്കുന്നത്. അതിനിടയിൽ ഷെഫീന വളരെ രൂക്ഷമായ ഭാഷയിൽ അതിൻ്റെ പദപ്രയോഗങ്ങളൊന്നും നമുക്ക് പറയാനോ കാണിക്കാനോ കഴിയില്ല. അത്രയും മോശം ഭാഷയിൽ ഉൾപ്പെടെ വരെ വിമർശിക്കുകയും ദയയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് കയറൂരി വിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. കയറൂരി വിട്ടാലും നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇവിടെ നിങ്ങളെ ബാധിക്കുന്നത് എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അവരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ നടക്കുക, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ നടക്കും. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. വളരെയധികം രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ പോസ്റ്റിന് താഴെ, അതായത് ദയാ സുജിത്തിൻ്റെ പോസ്റ്റിനല്ല, ഈ യൂട്യൂബറായ ഷെഫീനയുടെ പോസ്റ്റിന് താഴെ അവരെ വിമർശിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുന്നത്.